ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മൊഴിയുടെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പരിശുദ്ധ കന്യകാമറിയം ദൈവത്തിൻ്റെ അമ്മ എന്നുള്ള സഭയുടെ പഠനത്തെ പറ്റിയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായതുപോലെ സഭയുടെ ആദ്യ കാലഘട്ടം മുതൽ ഈശോയെ പറ്റിയിട്ടുള്ള ഒത്തിരിയേറെ പഠനങ്ങൾ കടന്നു വരുന്നുണ്ട്. ഈശോയുടെ സത്തയെ പറ്റിയിട്ട്, ഈശോ ആരാണ്, ഈശോയുടെ മനുഷ്യാവതാരം, അതിനെ പറ്റിയിട്ടുള്ള ഒത്തിരി പഠനങ്ങൾ സഭയിൽ ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി പേര് വ്യത്യസ്തമായ രീതിയിൽ ഇതേ പറ്റിയിട്ട് പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ഈ പഠനങ്ങൾ എത്തിച്ചേരുന്നത് പല പാഷാണ്ഡതകളിലേക്കായിരുന്നു. ഇത്തരത്തിലൊരു പാഷാണ്ഡതയാണ് നെസ്തോറിയൻ പാഷാണ്ഡത. ഇതിൻ്റെ തുടക്കക്കാരനായിരുന്ന നെസ്തോറിയൻ ചിന്തിച്ചിരുന്നത്, വിശ്വസിച്ചിരുന്നത് ഈശോയിൽ രണ്ട് സത്തയുണ്ടെന്നാണ്. അതായത് ഈശോ രണ്ട് വ്യക്തികളാണ്, ദൈവവും മനുഷ്യനും. പരിശുദ്ധ കന്യകാമറിയം ജന്മം നൽകിയത് മനുഷ്യനായ ഈശോയ്ക്കാണ്. ദൈവവുമായിട്ട് യാതൊരു ബന്ധവും ആ ജന്മത്തിന് ഇല്ല എന്നുള്ളൊരു പഠനം നെസ്തോറിയൻ നടത്തുകയും അത് പഠിപ്പിക്കുകയും ചെയ്തു. ഈ പാഷാണ്ഡത വളരെ വിപുലപ്പെട്ടു വരുന്ന സാഹചര്യത്തിൽ സഭ ഒരു സുനഹദോസ് വിളിക്കുകയും 431 എഫേസൂസിലെ ഒരു സുനഹദോസ് വിളിക്കുകയും അവിടെ വെച്ചിട്ട് ഈശോയുടെ സത്തയെ പറ്റിയിട്ട് പൂർണ്ണമായിട്ട് പഠിപ്പിക്കുകയും ചെയ്തു. പറയുന്നത് ദൈവവും മനുഷ്യനുമായ ഈശോ, അത് വ്യത്യസ്തമല്ല, അല്ലെങ്കിൽ ഈശോ രണ്ട് വ്യത്യസ്ത വ്യക്തികളല്ല, ഈശോ ദൈവവും മനുഷ്യനുമാണ് ഒരേ സമയം. അപ്പോൾ ഈ ഒരു പഠനം സഭ മുന്നോട്ട് വയ്ക്കുകയും അതോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തെ ദൈവത്തിൻ്റെ അമ്മ എന്ന് വിളിക്കുകയും ചെയ്തു. അതായത് പരിശുദ്ധ കന്യകാമറിയം ജന്മം നൽകിയത് ഈശോയ്ക്കാണ്, അതുകൊണ്ട് തന്നെ പരിശുദ്ധ കന്യകാമറിയം ദൈവത്തിൻ്റെ അമ്മയാണ്. ഇതിനു വേണ്ടിയിട്ട് ഗ്രീക്കിലെ ഒരു പദം പരിശുദ്ധ കന്യാമറിയത്തെ അഭിസംബോധന ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. തിയോത്തോക്കോസ് എന്ന് പറയുന്ന ഒരു പദമാണ്. ഇതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഗോഡ് ബെയറർ, അതായത് ദൈവത്തെ വഹിച്ചവൾ. അപ്പോൾ പരിശുദ്ധ കന്യകാമറിയം ദൈവത്തെ തൻ്റെ ഉദരത്തിൽ വഹിച്ചതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ അമ്മ എന്ന ആ ഒരു പദവിയിലേക്ക് അർഹതപ്പെട്ടു എന്നുള്ള പഠനം സഭ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇതൊരിക്കലും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ യോഗ്യതകൾ കൊണ്ട് അല്ല, നേരെ മറിച്ച് പരിശുദ്ധ കന്യകാമറിയത്തെ ദൈവം തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുപ്പിനോട് അനുസരണയോടുകൂടെ അതെ എന്ന് പറയുകയും പരിശുദ്ധ കന്യാമറിയം ചെയ്തു. അതിനാലാണ് ഈ പദവിക്ക് പരിശുദ്ധ കന്യാമറിയം അർഹതപ്പെട്ടത്. അപ്പോൾ ഈ ഒരു പദവി നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ എളിമയെ പറ്റിയിട്ട് പഠിപ്പിക്കുകയാണ്. അതായത് ദൈവം സ്വയം താഴ്ത്തപ്പെട്ട് സ്വയം എളിമപ്പെട്ട് നമ്മളെപ്പോലെ തന്നെ ഒരു മനുഷ്യനായിട്ട് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഉദരത്തിൽ ജന്മമെടുത്തു. ഒരു മനോഹരമായൊരു പഠനം ആ മനുഷ്യാവതാരത്തെ പറ്റിയിട്ട് ഈ ഒരു കാര്യം നമുക്ക് നമ്മുടെ മുമ്പിലേക്ക് തുറന്നു നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പാഷാണ്ഡതകളിൽ നിന്നും മാറി നിൽക്കാനും നമുക്ക് ഈ ഒരു പദവി പരിശുദ്ധ കന്യാമറിയം ദൈവത്തിൻ്റെ അമ്മയെന്ന് വിളിക്കുന്നതിലൂടെ സാധിക്കും. അപ്പോൾ പരിശുദ്ധ കന്യകാമറിയം ഈശോയുടെ അമ്മയായിട്ട് മാറുമ്പോൾ ദൈവത്തിൻ്റെ അമ്മയായിട്ടും കൂടെ മാറുകയാണ്. ഈ ഒരു പഠനം നമ്മളെ ഒത്തിരിയേറെ ദൈവീ വിശ്വാസത്തിലേക്ക് ആഴപ്പെടുത്തുകയും ആ ഒരു വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ പദവി പരിശുദ്ധ കന്യാമറിയത്തിന് നൽകുന്ന ദൈവത്തിൻ്റെ അമ്മ എന്ന പദവി നമുക്ക് ഓരോരുത്തർക്കും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രാധാന്യപ്പെട്ടതാണ്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, ദൈവത്തിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തെ നമ്മുടെ അമ്മയായിട്ട് കൂടെ ഈശോ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ അമ്മയെ അനുകരിക്കാനായിട്ട് ദൈവം പറയുന്നത് എന്തും കേൾക്കുന്ന അനുസരണയുള്ള മക്കളായിട്ട്, പരിശുദ്ധ അമ്മയുടെ മക്കളായിട്ട് രൂപപ്പെടാനായിട്ട് ഈ ഒരു പഠനം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കും. അതിനാൽ ഇന്ന് ഈ ഒരു ചിന്തയിൽ ആയിരിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെന്നുകൊണ്ട് ചിന്തിക്കാം. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയം ദൈവത്തിൻ്റെ അമ്മയാണ്. അതിനാൽ നമ്മളും ദൈവവുമായിട്ടുള്ള അടുപ്പം കുറച്ചും കൂടെ ഗാഢമാക്കപ്പെട്ടിട്ടുണ്ട്, ആഴപ്പെട്ടിട്ടുണ്ട്. ആ ഒരു ആഴപ്പെടലിൽ നിന്നുകൊണ്ട്
നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. ദൈവത്തോടൊപ്പം ചേർന്ന് നിൽക്കാനായിട്ട്, ഈശോ പറയുന്ന കാര്യങ്ങൾ എല്ലാം അനുസരിക്കാനായിട്ട്, അതേ എന്ന് പറയാനായിട്ടുള്ള ഒരു കരുത്ത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകട്ടെ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓരോരുത്തർക്കും ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ നമുക്ക് വേണ്ടിയിട്ട് എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മ നമ്മളോടൊപ്പം എപ്പോഴുമുണ്ട്. ഈ ഒരു വിശ്വാസത്തിൽ രൂപപ്പെട്ടുകൊണ്ട് ഈ ഒരു ടൈറ്റിൽ, ഈ ഒരു പരിശുദ്ധ കന്യാമറിയത്തെ ദൈവത്തിൻ്റെ അമ്മയെന്ന് വിളിക്കുന്ന ഈ ഒരു ടൈറ്റിൽ നമുക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ അമ്മേ, ദൈവത്തിൻ്റെ അമ്മേ, ഞങ്ങളെയും അമ്മയെപ്പോലെ അനുസരണയുള്ളവരാക്കി മാറ്റണമേ. അമ്മ ദൈവഹിതത്തിന് വഴങ്ങിക്കൊണ്ട് എല്ലാം അതേ എന്ന് പറഞ്ഞതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും ദൈവഹിതങ്ങൾക്ക് മുമ്പിൽ അതേ എന്ന് പറയുവാനായിട്ട് സാധിക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.